നിർബന്ധമായിട്ടും വായിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ബുക്കാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ആ ഒരു ബുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബുക്ക് ഒരിക്കലും വായിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ആ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടി. ഞാനപ്പോൾ അത് വെറുതെ വായിച്ചതാണ്. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സംഭവം എന്ന് എനിക്ക് മനസ്സിലായത്. നോർമലി എന്താ പറയുക, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഐസ്ബർഗ് കണ്ടിട്ടുണ്ടാവും. ഐസ്ബർഗിൻ്റെ ടിപ്പ് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ടിപ്പ് തന്നെ വലുതായിരിക്കും, പക്ഷേ ശരിക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലാണ് അതിൻ്റെ എബോവ് 60% നിൽക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പറയുന്ന എ പോലെയാണ്. അത് 24/7 നമ്മൾ കിടന്നുറങ്ങുമ്പോഴാണ് അത് കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുക. അപ്പം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവാൻ വേണ്ടി എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡ് യൂസ് ചെയ്തിട്ടാണ് ആൾ ഒരുപാട് കാര്യം ലെവറേജ് ചെയ്തിരിക്കുന്നത്. ഏതൊരു ബ്രില്യൻറ്റ് പേഴ്സൺ എടുത്താലും ആൾ സബ് കോൺഷ്യസ് മൈൻഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. കാരണം അത് ഒരു അസിസ്റ്റൻ്റാണ്. നമ്മളിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് നമുക്കിപ്പോൾ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്, അതിന് എന്തെങ്കിലും സൊല്യൂഷൻ വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബാരിയേഴ്സ് അവിടെ ഇടും. അതിങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യണം. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ബാരിയേഴ്സും ഇല്ല. നിങ്ങൾ പറഞ്ഞതിന് റിസൾട്ട് വേണം. അതിന് ഞാൻ ഏത് വഴി കൂടെയും പോവും, ഒരു ഭ്രാന്തനെ പോലെ. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതിന് റിസൾട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മളത് ഉറക്കത്തിലേക്ക് സ്വപ്നമായിട്ടായിരിക്കും കാണുക. പക്ഷെ അതിൻ്റെ റിസൾട്ട് അതിഭയങ്കരമായിരിക്കും. ഇതേപോലെ തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ലെവറേജ് എടുത്ത ഒരു ഹിപ്നോട്ട് ചെയ്യുന്ന സമയത്താണ് ഈ സ്റ്റോറി വന്നത്. ആ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ ബോക്സറാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ബോക്സറാണ്. അവിടെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് പറയുകയാണ്, നിൻ്റെ ഒരു പഞ്ചിന് കുട്ടിയുടെ ബലമേ ഉള്ളൂ, ഒരു 10 വയസ്സായ ഒരു കുട്ടിയുടെ ബലമേ ഉള്ളൂ, അല്ലെങ്കിൽ 10 മാസമായ ഒരു കുട്ടിയുടെ ബലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ മനസ്സിനെ അങ്ങനെ ആക്കി. അതിന് ശേഷം പഞ്ച് ചെയ്യാൻ പറഞ്ഞു. അത് വളരെ ശക്തി കുറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ നോർമലായിട്ടുള്ള പറയണ ഫുൾ പവറിൽ നീ ഉള്ള ശക്തിയെക്കാട്ടിലും കൂടുതൽ 30% ഇൻക്രീസ് ചെയ്ത് ഇടിക്കാൻ പറഞ്ഞു. അതും ഇടിച്ചു നോർമലായിട്ടും. അതേപോലെ തന്നെ വീണ്ടും പഴയതിലേക്ക് നിങ്ങൾ നോർമലായിട്ട് എപ്പോഴും ഉള്ള സമയം എന്താണ്, അതേപോലെ നീ പഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പഞ്ച് ചെയ്തു. ഈ മൂന്ന് രീതിയിലാണ് പോയത്. അപ്പോൾ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ മൈൻഡ് കുട്ടിയായി മാറി. നോർമലായി എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള പഞ്ചിങ് പവറായി. നോർമലിനെക്കാട്ടിലും 30% ഇൻക്രീസ് ചെയ്യാൻ പറയുമ്പോൾ ആ രീതിക്ക് പോയി. കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് ലിമിറ്റില്ല. നമ്മളത് മാക്സിമം ലിവറേജ് എടുക്കാൻ നോക്കുക. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എടുക്കാം. അതേപോലെ തന്നെ ഞാനിത് കേട്ടപ്പോൾ തന്നെ അവസാനം എന്ന് വെച്ചാൽ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ആ ബുക്കിൽ അവസാനമാണ് എഴുതിയിട്ടുണ്ടായി ഈ പഞ്ചിൻ്റെ പവർ കാണിപ്പിച്ചത് ഒരു ബോക്സിങ് ചാമ്പ്യനെ കൊണ്ടാണ്. പക്ഷെ അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് മസ്റ്റ് റീഡബിൾ ആയിട്ടുള്ള ബുക്കാണ്. റീഡ് ചെയ്യുക.